ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം നേരുകയാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ചന്ദ്രിക ദിനപത്രത്തിൽ ഇന്ന് 2026 ഒക്ടോബർ 26 ഞായറാഴ്ച വന്നിട്ടുള്ള വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ്. അപ്പോൾ എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കണം എന്ന് ഞാൻ ആദ്യമേ ഉണർത്തുകയാണ്. ഞാൻ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി ആഗ്രയിൽ സംഘടിപ്പിച്ച ഷാൻ-എ-മില്ലത്തിൻ്റെ വിശേഷങ്ങൾ പ്രിയപ്പെട്ട ഷെരീഫ് സാഗർ എഴുതിയിട്ടുള്ള ലേഖനമാണ്. യമുനാ തീരത്ത് യുവചേതനയുടെ അരുണോദയം എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ലേഖനം. നമുക്ക് ആ ലേഖനം ഒന്ന് കേട്ടു നോക്കാം. അന്ന് യമുനാ നദി കരഞ്ഞു. നദിക്കരയിലെ ചെറുമരങ്ങളിൽ പോലും മനുഷ്യ മൃതദേഹങ്ങൾ തൂങ്ങിയാടി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചിന്തിയ ചോര പടർന്ന് യമുനാ നദി ചെഞ്ചായമണിഞ്ഞു. പ്രതാപങ്ങളുടെ പട്ടണം കണ്ണീരിൽ മുങ്ങി. ബ്രിട്ടീഷ് രാജിനോട് യുദ്ധം ചെയ്ത മുസ്ലിംകളോടുള്ള പകയിൽ താജ്മഹലും ഡൽഹി ജുമാ മസ്ജിദും വരെ പൊളിച്ചു കളയാൻ അവർ ആലോചിച്ചു. താജ്മഹലിൻ്റെ മാർബിൾ ബ്ലോക്കുകൾ വിറ്റ് കാശാക്കണമെന്ന് വില്യം ബെൻഡിക് പ്രഭു അട്ടഹസിച്ചു. 70,000-ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. നഷ്ടപ്പെട്ടതൊന്നും പിന്നെ തിരിച്ചു കിട്ടിയില്ല. അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവും ബ്രിട്ടീഷ് രാജ് കൈക്കലാക്കി. പതിറ്റാണ്ടുകൾ നീണ്ട ക്രൂരഹത്യകളിലൂടെ അവർ ഇന്ത്യയുടെ ചരിത്രം തിരുത്തിയെഴുതി. സഹോദര്യത്തോടെ കഴിഞ്ഞിരുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും മതത്തിൻ്റെ കള്ളികളിലാക്കി തരംതിരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തെ ഹിന്ദു മുസ്ലിം സംഘടനകളുടെ ചരിത്രമായി അവതരിപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളുടെ ചരിത്രമായി അവതരിപ്പിച്ചു. വിഭവങ്ങളൊന്നും അപഹരിക്കാതെ രാജ്യത്തെ വിഭവ സമൃദ്ധിയിലേക്ക് നയിച്ച മുസ്ലിം രാജാക്കന്മാർക്കെല്ലാം വില്ലൻ പരിവേഷമായി. ചരിത്ര പുസ്തകങ്ങളിൽ വർഗീയ വിഭജനത്തിന് ശിലയിട്ട ബ്രിട്ടീഷുകാർ രാജ്യത്തെ 2 കഷ്ണങ്ങളാക്കി മടങ്ങി. ചോര ചീന്തി പോരാടി നേടിയ സ്വാതന്ത്ര്യത്തിന് പുതിയ അവകാശികൾ വന്നു. ഒറ്റുകാർ രാജ്യസ്നേഹികളും പോരാളികൾ രാജ്യദ്രോഹികളുമായി. പോരാടി നേടിയ സ്വാതന്ത്ര്യത്തിന് ശേഷവും അധികാരവും അംഗീകാരവുമില്ലാതെ പ്രതാപങ്ങളിൽ നെടുവേർപ്പെടുകയായിരുന്നു ഇന്ത്യൻ മുസ്ലിംകൾ. അധികാരത്തിൻ്റെ ഇടനാഴികൾ പോലും അവർ അന്യരായി. മുഗളന്മാരുടെ ഉഗ്ര പ്രതാപത്തിൻ്റെ അടയാളമായിരുന്നു ഉത്തർപ്രദേശിലെ ആഗ്ര. 15-ാം നൂറ്റാണ്ട് മുതൽ സൈനിക കേന്ദ്രമായിരുന്ന ആഗ്ര കോട്ടയ്ക്ക് ബാബറിൻ്റെ വരവിന് ശേഷമാണ് കൂടുതൽ പ്രാധാന്യം കൈവന്നത്. അക്ബർ ചക്രവർത്തിയും ജഹാംഗീറും ഇവിടെ നിന്നാണ് രാജ്യം ഭരിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാരും സൈനിക കേന്ദ്രമാക്കിയത് ആഗ്ര കോട്ടയാണ്. ലോകാത്ഭുതമായ താജ്മഹലിനെ തേജാമഹലാക്കി മാറ്റാൻ വർഗീയവാദികൾ കച്ചുകെട്ടിയ കാലത്ത്, നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന കാലത്ത്, പുതുകാല ഇന്ത്യയിലെ മുസ്ലിം യുവത്വം യമുനാ തീരത്ത് ആഗ്രയിൽ ഒത്തുചേർന്നു. പ്രതീകാത്മകമായ ഒരു ഒത്തുചേരൽ. നഷ്ടത്തെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ചികയാനും നിലവിളിക്കാനുമല്ല, സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സാർന്ന നാളേക്കു വേണ്ടിയുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കാൻ. 16 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളാണ് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി സംഘടിപ്പിച്ച ഷാൻ-എ-മില്ലത്തിൻ്റെ പങ്കാളികളാവാൻ ആഗ്രയിലെത്തിയത്. യോഗിയുടെ യു-പിയിലായിരുന്നു പ്രതിനിധി സമ്മേളനം. തുടക്കം തൊട്ടേ സമ്മേളനം മുടക്കാൻ അധികാരികൾ പലമട്ടിൽ ശ്രമിച്ചു. ആഗ്ര പട്ടണത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡുകൾ പോലീസ് നീക്കം ചെയ്തു. ഭാരവാഹികളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി. സമ്മേളന നഗരിക്ക് പുറത്ത് വെച്ച ബോർഡുകളും
കമാനങ്ങളും നീക്കം ചെയ്തു. എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്താണ് ഷാനെ മില്ലത്തുമായി ദേശീയ നേതൃത്വം മുന്നോട്ട് പോയത്. മുസ്ലിം ലീഗ് ദേശീയ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പ്രൗഢമായ സമ്മേളനം രാജ്യം നേരിടുന്ന സുപ്രധാന വെല്ലുവിളികൾ ചർച്ച ചെയ്തു. ഒക്ടോബർ 13-14 തീയതികളിലായിരുന്നു സമ്മേളനം. വിമാനങ്ങളിലും ട്രെയിനുകളിലുമായി നേരത്തെ തന്നെ പ്രതിനിധികൾ ആഗ്രയിലേക്ക് തിരിച്ചു. നിരവധി പേർ തലേന്ന് തന്നെ എത്തിച്ചേർന്നു. 13 ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിക്ക് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പ്രാർത്ഥനയോടെ സമ്മേളനത്തിന് തുടക്കമായി. മുസ്ലിം ലീഗിൻ്റെ അഭിമാന പതാക വാനിലേക്ക് ഉയർത്തുന്നതും നാലുപാടു നിന്നും മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. പിന്നീടുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. ഓരോ സെഷനുകളിലും അർത്ഥസമ്പുഷ്ടമായിരുന്നു. ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികളുടെ ആഴത്തെ വിശകലനം ചെയ്തും മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന ശാക്തീകരണത്തിൻ്റെ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തിയും പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരന്ന സംവാദങ്ങളുടെ പരമ്പര തന്നെ നടന്നു. ഡൽഹി മൈൽഡ് ടു സ്മൈൽ NGO സ്ഥാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ ആസിഫ് മുജിതബയുടെ ക്ലാസ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷ ജനസമൂഹം അനുഭവിക്കുന്ന ബുൾഡോസർ രാജിൻ്റെയും കലാപങ്ങളുടെയും നേർചിത്രങ്ങൾ വീഡിയോ സഹിതം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. അതിജീവനത്തിൻ്റെ രാഷ്ട്രീയ പരിഹാരങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പങ്കുവച്ചാണ് അദ്ദേഹം ക്ലാസ് അവസാനിപ്പിച്ചത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യത സംബന്ധിച്ച സംവാദത്തിൽ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ MP ആണ് പ്രതിനിധികളുമായി സംസാരിച്ചത്. നീതി നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള മുസ്ലിം ലീഗിൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതീക്ഷകൾ പങ്കുവച്ചാണ് പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയത്. മുൻകാലങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗിനെ നയിച്ച CK സുബൈർ, PK ഫിറോസ്, ആസിഫ് അൻസാരി, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്നിവർ ഒരു പതിറ്റാണ്ട് നീണ്ട ദേശീയ കമ്മിറ്റിയുടെ പ്രയാണ പദങ്ങളെ സംബന്ധിച്ച അനുഭവങ്ങളും പ്രതീക്ഷകളും പങ്കുവച്ചത് ഏറെ കൗതുകത്തോടെയാണ് സദസ്സ് കേട്ടിരുന്നത്. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ സമയോചിത ഇടപെടൽ കൂടിയായതോടെ ഭാവിയിലേക്കുള്ള കരുത്തും ഊർജവും സംഭരിച്ചാണ് ഈ സെഷൻ സമാപിച്ചത്. നിമിഷ കവിതകളുടെ മാലകളുമായി മീററ്റിൽ നിന്നുള്ള പ്രതിനിധി അമീർ അവതരിപ്പിച്ച മുഷാറ സദസ്സ് ഏറെ ആവേശത്തോടെ ഏറ്റുപാടി. ഒക്ടോബർ 14 രാവിലെ അസാദ് അഷ്റഫ്, ഗസാല മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകിയ മാധ്യമ ചർച്ച പത്രപ്രവർത്തനത്തിൻ്റെ പുതിയ കാല പ്രവണതകൾ ചർച്ച ചെയ്തു. വഖഫ് ഭേദഗതി നിയമങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ ഡോക്ടർ അസ്മാ സെഹ്റ സംവദിച്ചു. നീതിന്യായ വ്യവസ്ഥയിലെ ഇടപെടലുകൾ സംബന്ധിച്ച് അഡ്വക്കേറ്റ് മുബീൻ ഫാറൂഖിയും ക്ലാസ് എടുത്തു. പ്രതിനിധികളുടെ ഇടപെടലും സംശയ നിവാരണവും ഓരോ സെഷനിലെയും പ്രത്യേകതയായിരുന്നു. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യവും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗവും സദസ്സിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ന്യൂനപക്ഷ വേട്ട കണ്ട് നിശബ്ദരായിരിക്കാനല്ല, ഭരണഘടനാ സംരക്ഷണത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടി ശബ്ദമുയർത്താനാണ് മുസ്ലിം ലീഗ് എന്ന് തങ്ങൾ പറഞ്ഞു. പാർലമെൻറ്റ് അംഗവും പഞ്ചാബ് സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമായ അമരീന്ദർ സിംഗ് രാജ വാറിംഗ് മുഖ്യാതിഥിയായി എത്തിയതോടെ സമ്മേളനത്തിൻ്റെ പകിട്ട് വർദ്ധിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമസ്കാരം എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗത്തിന് തുടക്കമിട്ടത്. ഹിന്ദിയും ഉറുദുവും ഇംഗ്ലീഷും മാത്രമായിരുന്നു സമ്മേളനത്തിലെ ക്ലാസുകളിലും സംവാദത്തിനും മുഴങ്ങിയ ഭാഷ. 2 ദിവസത്തെ സമ്മേളനത്തിൽ കേട്ട ഏക മലയാളം വാക്കുകൾ അമരീന്ദർ സിംഗിൻ്റേത് മാത്രമായിരുന്നു. ഭിന്ന സംസ്കാരങ്ങളുടെ സൗന്ദര്യത്തെ നിലനിർത്താനും മതേതരത്വം ഉയർത്തിപ്പിടിച്ച് ഫാസിസത്തെ ചെറുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി MP എന്നിവർ വീഡിയോ സന്ദേശത്തിലൂടെ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP, ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ,
MP എന്നിവരുടെ പ്രസംഗങ്ങളും ശ്രദ്ധേയമായി. പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഷാനെ മില്ലത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഫ്രീ ഫലസ്തീൻ ഷാളുമായി എഴുന്നേറ്റ് നിന്ന പ്രതിനിധികൾ ഫലസ്തീന് വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കി. മുസ്ലിം ലീഗ് ഉത്തരേന്ത്യയിൽ എന്ന വിഷയത്തിൽ കൗസർ ഹയാത്ത് ഖാൻ ചരിത്രവും വർത്തമാനവും മുൻനിർത്തി സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ ശക്തമായ പ്രമേയങ്ങൾ പാസാക്കിയ സമ്മേളനം ദേശഭക്തി ഗാനത്തിൽ തുടങ്ങി ദേശീയ ഗാനത്തോടെയാണ് സമാപിച്ചത്. ദേശീയ പ്രസിഡന്റ് സർഫറാസ് അഹമ്മദ്, ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിബു മീരാൻ, ഭാരവാഹികളായ CK ഷാക്കിർ, അഷിഖ് ചെലവൂർ, തൗസീഫ് ഹുസൈൻ റിസ, നജ്മ തബഷീറ, മുഫീദ തസ്നി, സാജിദ് നടുവണ്ണൂർ, അഡ്വക്കേറ്റ് അസ്ഹറുദ്ദീൻ ചൗധരി, VP അൻവർ സാദത്ത്, അഡ്വക്കേറ്റ് കുമൈൽ അൻസാരി, ആഷിഖ് ഇലാഹി, MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതിയ കാലം പുതിയ പദ്ധതികൾ എന്ന തലക്കെട്ടിൽ ഷാനെ മില്ലത്തിൻ്റെ ഭാഗമായി കാലാനുസൃതമായ ഒട്ടേറെ നൂതന പദ്ധതികൾ യൂത്ത് ലീഗ് അവതരിപ്പിച്ചു. തൊഴിൽ പരിശീലനവും കരിയറും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അതിൽ പ്രധാനം. ഇതിനായി പ്രത്യേക ഓൺലൈൻ ഓഫ്ലൈൻ സൗകര്യങ്ങളും സംവിധാനിക്കും. അഫാക്ക് എന്ന് പേരിട്ട പദ്ധതിയുടെ ലോഗോ ഷാനെ മില്ലത്തിൻ്റെ വേദിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്തു. യുവാക്കൾക്കും മുസ്ലിം ന്യൂനപക്ഷത്തിനും വേണ്ടിയുള്ള സർക്കാർ പദ്ധതികൾക്ക് പ്രചാരണം നൽകുക, ഓൺലൈൻ PSC UPSC പരിശീലനം, നൈപുണ്യ വികസനം, RTA വിങ് രൂപീകരണം എന്നിവയും ലക്ഷ്യമാണ്. സർക്കാർ ജോലിക്ക് ചെറുപ്പക്കാരെ പ്രാപ്തരാക്കാൻ ഓൺലൈൻ പരിശീലന സെഷനുകൾ അവതരിപ്പിക്കും. നേതൃത്വത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനിവാര്യമായ രാഷ്ട്രീയ മുന്നേറ്റം. ഇതിൻ്റെ ഭാഗമായി യൂത്ത് ലീഗ് ഉയർത്തിക്കൊണ്ടുവരും. ഇതിൻ്റെ ഭാഗമായി പ്രാപ്തരായ ചെറുപ്പക്കാരെ യൂത്ത് ലീഗ് ഉയർത്തിക്കൊണ്ടുവരും. ഇതിൻ്റെ ഭാഗമായി യൂത്ത് ലീഡേഴ്സ് ഹണ്ടിങ് നടത്തും. പ്രവേശന പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 100 ചെറുപ്പക്കാർക്ക് സംഘടനയെ പരിചയപ്പെടുത്തി നേതൃപരിശീലനം നൽകും. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിലും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ യോഗം വിളിച്ചു ചേർക്കും. പണ്ഡിത സമ്മേളനം, YouTube ചാനൽ തുടങ്ങി ലക്ഷ്യങ്ങളും പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ പ്രാധാന്യവും ചരിത്ര പ്രാധാന്യവുമുള്ള ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശിക്കുന്ന പഠനയാത്ര രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള കരുത്തായി മാറും. ഭരണകൂട ഭീകരതയുടെ ഇരകൾക്ക് നിയമസഹായം നൽകാൻ നിയമവിഭാഗത്തിന് തുടക്കം കുറിക്കും. ബനിയാദ് പദ്ധതിയിലൂടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂത്ത് ലീഗിനെ ശക്തിപ്പെടുത്താൻ 100 ജില്ലാ കമ്മിറ്റികൾ, മണ്ഡലം, പഞ്ചായത്ത്, മുനിസിപ്പൽ കമ്മിറ്റികൾ രൂപീകരിക്കും. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിനും യൂത്ത് ലീഗ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോർണർ യോഗങ്ങളും റാലികളും സംഘടിപ്പിച്ച് ന്യൂനപക്ഷ രാഷ്ട്രീയം ശക്തമായി അവതരിപ്പിക്കുന്നതിനു വേണ്ടി യൂത്ത് ലീഗ് കമ്മിറ്റികളെ സജ്ജമാക്കും. 5000 യൂണിറ്റ് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ശക്തമായി നടന്നു വരികയാണ്. രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങളും ബുൾഡോസർ രാജും സംഭവിച്ചപ്പോഴെല്ലാം യൂത്ത് ലീഗ് സഹായഹസ്തവുമായി മുന്നിലുണ്ടായിരുന്നു. നിയമപരമായും രാഷ്ട്രീയപരമായും യൂത്ത് ലീഗ് സഹായങ്ങൾ നൽകി. ഇരകളുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകി. എല്ലാം നഷ്ടമായവർക്ക് ജീവനോപാധികൾ കണ്ടെത്തി. ഈ ദൗത്യങ്ങളെല്ലാം പൂർവാധികം ശക്തമായി തുടരും. ഇംദാദ് ഫണ്ട് ശേഖരണ ക്യാമ്പയിനിലൂടെ സമാഹരിക്കുന്ന തുക യൂത്ത് ലീഗിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തേകും. മുസ്ലിം യൂത്ത് ലീഗ് ഷാനെ മില്ലത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. ആ ഫോട്ടോയും അതുപോലെ തന്നെ അമരീന്ദർ സിംഗ് പ്രസംഗിക്കുന്ന ഫോട്ടോയും അതുപോലെ തന്നെ മറ്റ് അതിൻ്റെ പ്രൗഢഗംഭീരമായ സദസ്സുമൊക്കെ ഇന്നത്തെ
ചന്ദ്രിക വാരാന്ത്യ പതിപ്പിൽ വളരെ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ അതിൻ്റെ ആഗ്രയിൽ സംഘടിപ്പിച്ച ഷാനെ മില്ലത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. യമുനാ തീരത്ത് യുവചേതനയുടെ അരുണോദയം എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട ഷരീഫ് സാഗർ എഴുതിയിട്ടുള്ള ലേഖനം. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ദേശീയ രാഷ്ട്രീയത്തിൽ വളർന്നു പന്തലിക്കുന്നു എന്ന് നമ്മൾ ഇടയ്ക്കിടെ വാക്കുകളിലൂടെ പ്രസംഗിച്ച് അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊക്കെയാണ് നമ്മൾ ആളുകളിലൂടെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ കൃത്യമായി തന്നെ 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി യമുനാ തീരത്ത് യുവചേതനയുടെ അരുണോദയം എന്ന പദ്ധതി ഷാനെ മില്ലത്തിൻ്റെ വിശേഷങ്ങൾ എന്ന തലക്കെട്ടിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയത്തിൽ വളർന്നു പന്തലിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് എത്രത്തോളമുണ്ട് എന്നത് അതിൻ്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഈ സമ്മേളനത്തെ നമുക്ക് കൃത്യമായി തന്നെ പറഞ്ഞു തരും. ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ പരിപാടികൾ സംബന്ധിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പലരൊക്കെ മുസ്ലിം ലീഗിനെ മലപ്പുറം പാർട്ടി എന്നും അതുപോലെ തന്നെ കേരള പാർട്ടി എന്നൊക്കെ കളിയാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി അവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ കൃത്യമായി പറയേണ്ടി വരും. ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് കൃത്യമായി തന്നെ 543 പാർലമെൻറ്റ് MP-മാരുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ വളരെ കൃത്യമായി തന്നെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളായ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്കും മറ്റു പിന്നോക്കർക്കും വേണ്ടി കൃത്യമായി ശബ്ദിക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. കൃത്യമായി തന്നെ 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾക്കും അതോടൊപ്പം തന്നെ 60% വരുന്ന ഇന്ത്യയിലെ 60% വരുന്ന മറ്റു പിന്നോക്കക്കാർക്കും വേണ്ടി ശക്തമായി വാദിക്കാൻ, ശക്തമായി പ്രതികരിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്. അതാത് കാലങ്ങളിൽ അതാത് സമയങ്ങളിൽ അതാത് സന്ദർഭങ്ങളിൽ അതാത് കാലങ്ങളിൽ കൃത്യമായി അത് അവതരിപ്പിക്കാനും അത് പറയാനും അതവർക്ക് വേണ്ടി കൃത്യമായി ശബ്ദിക്കാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതാത് സമയങ്ങളിൽ അതാത് കാലങ്ങളിൽ അതിനെ പ്രതിനിധാനം ചെയ്യാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിനിധികളെ അയച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ആ ഒരു സ്വാതന്ത്ര്യാലബ്ധികാലം തൊട്ട് 1948 തൊട്ട് ആ സ്വതന്ത്രലബ്ധികാലം തൊട്ട് ഇന്ത്യയിൽ ആദ്യമായി വന്ന ഭരണ സംവിധാനം തൊട്ട് ഇന്ന് ഇതുവരെ എത്തി നിൽക്കുന്നു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊട്ട് ഇന്ന് ബഹുമാന്യനായ പ്രിയപ്പെട്ട മുസ്ലിങ്ങളുടെ മറ്റു പിന്നോക്കക്കാരുടെ ശബ്ദമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗർജിക്കുന്ന സിംഹമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രിയപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ പ്രിയങ്കരനായ ദേശീയ വൈസ് പ്രസിഡന്റ് ഭാഷാ പണ്ഡിതൻ 13 ഭാഷകളോളം കൃത്യമായി പറയാൻ തൻ്റെ ഇടമായി കേൾപ്പുള്ള ഭാഷകൾ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അറിയുന്ന അതേ ഭാഷകൾ കൃത്യമായി പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് തനിക്ക് ലഭിക്കുന്ന അവസരത്തിൽ സമയം അതിക്രമിക്കുമ്പോൾ അതിന് കൂടുതൽ അവസരം നൽകി ഇന്ത്യൻ പാർലമെൻറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വീക്ഷിക്കുന്നൊരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത്. ബഹുമാന്യനായ അബ്ദുസ്സമദ് സമദാനി സാഹിബ് MP, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ട്രഷറർ പ്രിയപ്പെട്ട AP അബ്ദുൽ വഹാബ് സാഹിബ്, അതുപോലെ തന്നെ പ്രിയങ്കരനായ തമിഴ്നാടിൻ്റെ പ്രതിനിധി പ്രിയപ്പെട്ട രാമനാഥപുരത്തിൻ്റെ പ്രതിനിധി പ്രിയപ്പെട്ട നവാസ് ഗനി MP, അതോടൊപ്പം തന്നെ പുതിയതായി മുസ്ലിം ലീഗ് അവതരിപ്പിച്ച രാജ്യസഭ MP ഹാരിസ് ബീരാൻ സാഹിബ്. ഈ 5 വ്യക്തികൾ ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ അന്ന് 1948 കാലഘട്ടത്തിൽ ഇന്ത്യൻ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊട്ട് ഇന്ന് ഈ പ്രിയപ്പെട്ട അവസാനമായി രാജ്യസഭയിലെത്തിയ ഹാരിസ് ബീരാൻ MP വരെ കൃത്യമായി തന്നെ
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൃത്യമായി അതാത് സമയങ്ങളിൽ കൃത്യമായി പ്രതിപാദിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ പാർലമെൻറ്റിനകത്തുണ്ടായിട്ടുണ്ട്. കൃത്യമായി തന്നെ പ്രവർത്തനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ, ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ കൃത്യമായി ദേശീയ തലങ്ങളിലൊക്കെ പാവങ്ങൾക്ക് അത്താണിയായി ദുരിതം അനുഭവിക്കുന്ന, യാതനകൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതാത് കാലങ്ങളിൽ, അതാത് സമയങ്ങളിൽ, അതാത് സന്ദർഭങ്ങളിൽ കൃത്യമായി വിഷയങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നില്ല, എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് എവിടെ യാതനകൾ അനുഭവിക്കുന്നുണ്ടോ അവിടെ പാഞ്ഞെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ധനസഹായങ്ങൾ, അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ, അവർക്ക് വേണ്ട വീടുകൾ, അവർക്ക് വേണ്ട വിദ്യാഭ്യാസങ്ങൾ, അവർക്ക് വേണ്ട ആംബുലൻസുകൾ, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, അവർക്ക് വേണ്ട പാർപ്പിട സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി മുസ്ലിം ലീഗ് എന്ന ഒരു പ്രസ്ഥാനം വളരെ കൃത്യമായി തന്നെ മുസ്ലിം ലീഗിന് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പോലും, മുസ്ലിം ലീഗിന് ഒരു വാർഡിൽ മത്സരിച്ചാൽ പോലും വോട്ട് ലഭിക്കാത്ത സ്ഥലങ്ങളിൽ പോലും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മുസ്ലിം ലീഗ് 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിൽ പ്രഖ്യാപിച്ച ആ ഒരു പ്രത്യയശാസ്ത്രം മുൻനിർത്തി, ആ ഒരു കൃത്യമായി ബൈലോ മുൻനിർത്തി കൃത്യമായി തന്നെ ദുരിതവും യാതനവും അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി സാമൂഹ്യ സേവന രംഗത്ത് ദീർഘമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് കൃത്യമായി തന്നെ നിലാരംബർക്ക് അത്താണിയെ പാവങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കണമെന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ബൈലോ മുൻനിർത്തിക്കൊണ്ട് പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനടക്കമുള്ള ഒരു മുസ്ലിം ലീഗിൻ്റെ എളിയ പ്രവർത്തകൻ STUവിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലക്കൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഏറെ ആവേശമാണ്, ഏറെ ആത്മാർത്ഥതയുള്ള മുസ്ലിം ലീഗ് രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഖായിദെ മില്ലത്ത് സെൻറ്റർ എന്ന ഒരു ബഹുനില കെട്ടിടമൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ് ഏറ്റവും സുപ്രധാനമായ പ്രതാപകാലത്ത് ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാകാൻ കഴിഞ്ഞത് ഏറെ സന്തോഷത്തോടെയും അതുപോലെ തന്നെ ഏറെ ആത്മാഭിമാനത്തോടെയും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എന്നെപ്പോലുള്ള പ്രവർത്തകർ ഇന്ന് പ്രവർത്തിക്കുന്നത്. കൃത്യമായും തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി പ്രതിഫലിക്കുന്ന ആ ഒരു ദേശീയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടന സെഷനിൽ അവിടെ പങ്കെടുത്ത് ആ ദേശീയ ആസ്ഥാന മന്ദിരത്തിൽ തങ്ങളുടെ ആ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാന മന്ദിരം അവിടെ കാണാനും അവിടെ കൃത്യമായി എല്ലായിടത്തും നടന്ന് ആ ആസ്ഥാന മന്ദിരത്തിൽ ചെന്ന് അവിടെ പരിപാടി സംബന്ധിക്കാനൊക്കെ കഴിഞ്ഞത് ജീവിതത്തിൽ ഒരു മുസ്ലിം ലീഗുകാരനും എന്നുള്ളത് നിലക്ക് ജീവിതത്തിൽ മറക്കാത്ത അനുഭവം സമ്മാനിച്ച ഒരു ദിനം കൂടിയായിരുന്നു എന്നുകൂടി ഈ സമയത്ത് പറഞ്ഞു വെക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി നടത്തിയ കൃത്യമായി തന്നെ ആഗ്രയിൽ സംഘടിപ്പിച്ച ഷാനെ മില്ലത്തിൻ്റെ വിശേഷങ്ങൾ ഇന്ന് പ്രിയപ്പെട്ട ഷെരീഫ് സാഗർ എഴുതിയ ആ ഒരു ലേഖനം ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിൽ വാരാന്ത്യപതിപ്പിൽ വന്നത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലക്ക്, ആ മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷകഘടകത്തിലെ ഒരു എളിയ ഭാരവാഹി എന്നുള്ള നിലക്ക് വലിയൊരു സന്തോഷമായും ഏറെ ആത്മാഭിമാനമായും ഞാൻ കണക്കാക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഇതുപോലുള്ള ചരിത്ര മുഹൂർത്തങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക്, ഇതുപോലുള്ള ചരിത്ര വിഷയങ്ങളുമായി മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളുമായൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാസ്സലാമ. ജയ് മുസ്ലിം ലീഗ്.